ഈ സിനിമ തുടങ്ങി അവസാനം റിലീസിന് എത്തിയിരിക്കുകയാണ്. ഇതുവരെ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് ഷൂട്ടിംഗ് സമയത്ത് അത്ര വലിയ ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ആദ്യം ഒരു ദിവസം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു നമ്മൾ പോകുന്നത്, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു പോകുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ ഔട്ട് അടിച്ചതിൽ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിൽ ഇത് റിലീസ് ചെയ്യാൻ പറ്റാണ്ട് വന്നു. അതുകൊണ്ടാണ് നമ്മൾ 9 മാറ്റുന്നത്. നമ്മൾ 19 ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, ഈ മാസം 19. അതനുസരിച്ചായിരുന്നു കാര്യങ്ങൾ നീക്കിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു. പിന്നെ സെൻസറിങ്ങിലും നമുക്കൊരു ചെറിയ ഒരു കമൻറ്റ് വന്നു. കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാണിംഗ് ഇട്ടത് ശരിയായില്ല. ഇട്ടുപോലെ പുകയില ഉപയോഗിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വാണിംഗ് ഇട്ടത് വേറെ ഒരു ഇതായിപ്പോയി. അപ്പം അങ്ങനെ ചെറിയ കമൻറ്റാണ്, എന്നാലും അതിന് ടൈം എടുത്ത് അത് റെക്ടിഫൈ ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് അത് 19. അത് അല്ലാണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ. പിന്നെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിന് അത് കവർ ചെയ്ത് പോകാൻ പറ്റി. നമുക്ക് ഇപ്പോൾ നമ്മുടെ കഴിവൊന്നുമല്ല, അദ്ദേഹം നമ്മൾ നല്ല രീതിയിൽ സഹായിച്ചു ഈ ത്രൂ ഔട്ട്. ഇപ്പം ഈ പോയിന്റ് വരെ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്, അതിനുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നന്നായി പോകുന്നു, എല്ലാം നന്നായിട്ട് പോകുന്നു. ഇപ്പൊ നമ്മുടെ നിലവിലൊരു ട്രെൻഡ് ഉണ്ടല്ലോ, മലയാള സിനിമയിലൊരു ട്രെൻഡ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ട്രെൻഡിനനുസരിച്ച് ഓടുന്ന ഒരു സിനിമയല്ല, ഇത് ഒഴുക്കിനെതിരെ ഓടുന്ന ഒരു സിനിമ. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരൻ്റെ വ്യൂ പോയിന്റില്ല. അപ്പം ഒരു അടിച്ചുപൊളി പടമൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഒരു റിയാലിറ്റി ആയിട്ട് യാഥാർത്ഥ്യമായിട്ട് കൂടുതൽ നീതി പുലർത്തുന്ന ഒരു പടം. നമ്മുടെ ലോഹിതദാസ് സാറ്, സിബി മലയാൽ സാറ്, അപ്പം അവരൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണിലുള്ള ഒരു സംഭവമായത്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ വഴിയില്ല. കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടിയിട്ട് സിനിമയുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇല്ലാതായി തോന്നുന്നു. അതൊന്നും പറയാൻ നമ്മൾ ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സാധാരണക്കാരനാണ്. നമ്മുടെ സിനിമ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇപ്പൊ ഡയറക്ടറോട് പറഞ്ഞോ ഇത് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഡയറക്ടർ ആശയം ഉണ്ടാവുമല്ലോ ജനങ്ങളോട് പങ്കുവെക്കണം. പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ടായിരുന്നു? അല്ല, ഞങ്ങള് ഒരു രണ്ടും ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനങ്ങളായിരുന്നു എല്ലാ കാര്യങ്ങളും. ചില തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒത്തുപോകുന്ന ഒരു ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആ തീരുമാനം പോകുന്നു. ഫുൾ ഫ്രീഡം എന്ന് വെച്ചാൽ ക്രിയേറ്റീവായിട്ട് നമുക്കറിയാലോ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായാൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഒരു ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. സിനിമ നന്നാണോ, സിനിമ നന്നാകാൻ എന്ത് ചെയ്യണോ അതെല്ലാം ചെയ്യും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 9 സിനിമ റിലീസ് ആവാൻ പോവാണ്. സിനിമയ്ക്ക് ശേഷം നമ്മൾ ഡയറക്ടറിനെ നമുക്ക് കാണാൻ പറ്റുമോ? എങ്ങനെയാണ്? തീർച്ചയായും സിനിമയ്ക്ക് ശേഷം ഓഡിയൻസ് തന്നെ അന്വേഷിക്കും, ഇതാരാ ഡയറക്ട് ചെയ്തത്, ആര് എന്ന് വെച്ചാൽ അപ്പൊ താങ്കൾ വരും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പൊ സിനിമ റിലീസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഓഡിയൻസ് തന്നെ അവർക്കൊരാകാംക്ഷ വരും, ഇവിടെ ഇതെന്താടോ ഇത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വരും. അത് ആരാന്ന് വെച്ചാൽ ആള് വരും. അപ്പൊ ആൾക്കാരെ അന്വേഷിക്കും, നാട്ടുകാർ തന്നെ അന്വേഷിക്കും, സിനിമ കാണുന്ന കാണികൾ തന്നെ അന്വേഷിക്കും, ഇത് ആരാണിത് ഇതേപോലെ ഒരു സിനിമ ചെയ്തതെന്ന് ആര് അന്വേഷിക്കും. അതിനുവേണ്ടി അങ്ങനെ ഒന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പോയി കാണണം, നല്ല സിനിമയാണ്, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇപ്പോൾ വലിയ ബാനറോ വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, പക്ഷേ ക്ലാസ് സിനിമയാണ്. ഇനി ഇതിലെന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വിളിച്ചോ, എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് പോയി കണ്ടോ, നിങ്ങൾ മുടക്കിയ കാശിന് യാതൊരുവിധ നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഫുൾ ഗ്യാരണ്ടി. ഇപ്പോൾ സാധാരണ ഇപ്പോൾ തട്ടെടുപ്പം പെടാന്നല്ല, അടിപൊളി പടമായിരിക്കും, നല്ല ഫീൽ ഉണ്ടായ പടമായിരിക്കും. നിങ്ങൾക്ക് സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ തോന്നൂല. തിയേറ്ററിൽ തന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞ് തിയേറ്ററുകാർ ഓടിച്ചു വിടുന്ന ഒരു കണ്ടീഷൻ വരും. അങ്ങനെ ഒരു ഫീലിൽ നിങ്ങൾ നിൽക്കും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് കയറിക്കും. എല്ലാവിധ ആശംസകളും. അപ്പോൾ സിനിമ എന്തായാലും ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.